വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വേദഭാഗങ്ങൾ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമാക്കിക്കൊണ്ട് വായിക്കേണ്ടതുണ്ട്. വെളിപ്പാട് 5-ന്റെ 1 മുതൽ 6 വരെ. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും ഞാൻ നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ, എന്നാൽ കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനെ, ഞങ്ങൾ അങ്ങയുടെ പാദാന്തികം അടുത്തു വരുന്നു. സുദീർഘനാളുകൾ പ്രാർത്ഥിച്ച് ചിന്തിച്ചതുപോലെയുള്ള ഒരു കൂട്ടായ്മയുടെ സമാപന രാത്രിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ യോഗം ഇന്ന് സമാപിക്കുമെങ്കിലും അങ്ങയുടെ പ്രവൃത്തിക്ക് സമാപനമില്ലല്ലോ അപ്പാ. ഒടുക്കമില്ലാത്ത ആ പ്രവൃത്തിയുടെ പന്താവിൽ സാധുക്കൾക്ക് ഒരു രാത്രി നിൽപ്പാൻ കാരുണ്യം കാട്ടിയതുകൊണ്ട് സ്തോത്രം. അവിടുത്തെ നന്മകൾക്കും ഉപകാരങ്ങൾക്കുമൊക്കെ നന്ദി. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ അനുഗ്രഹീതമായ തിരുവചനത്തിനായി ദൈവത്തിന് മഹത്വം. വിശുദ്ധ ബൈബിളിലെ ഒടുവിലത്തെ ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ഞാനും നിങ്ങളും പ്രതിസന്ധികളുടെ നടുവിൽ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ള പലതരം പോരാട്ടങ്ങൾ ഏറ്റുവാങ്ങി, ഒറ്റപ്പെടലും ത്യാഗവും വേദനയും ഏറ്റുവാങ്ങി വില കൊടുത്തു നിൽക്കുന്ന ഈ വിശ്വാസത്തിന് എന്താണ് പരിസമാപ്തി? അത് സഭയുടെ പ്രത്യാശയാകുന്ന നിത്യതയാണ്. നിത്യത എന്നൊന്നില്ലെങ്കിൽ ഇന്ന് ഞാനും നിങ്ങളും ഇവിടെ കൂടി വന്നിരിക്കുന്നത് വ്യർത്ഥമാണ്. നിത്യത എന്നൊന്നില്ലെങ്കിൽ സുവിശേഷ പ്രസംഗങ്ങൾ ആവശ്യമില്ലാത്തതാണ്. നിത്യത എന്നതിനെ പറ്റി ഒരു കാഴ്ചപ്പാടില്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന് തന്നെ പ്രസക്തിയില്ല. ഇതെൻ്റെ വാക്കല്ല, അപ്പോസ്തലൻ്റെ വാക്കാണ്. അപ്പോസ്തലൻ പറയുന്നു, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. മാത്രമല്ല, ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഇന്നുവരെ പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് വിപരീതമാകുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങൾ പറയുന്നതൊക്കെ വ്യർത്ഥം. ചുരുക്കത്തിൽ കഴിഞ്ഞ 2000 ആണ്ടുകളായി വ്യർത്ഥമല്ലാത്ത ഒരു മഹാസന്ദേശമായി ഈ സുവിശേഷം ലോകത്ത് നിൽക്കാൻ കാരണം മരിച്ചവരുടെ പുനരുദ്ധാനത്തെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും പ്രത്യാശ മുമ്പോട്ട് വെക്കുന്ന ക്രിസ്തീയ സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ വിഷയമായതുകൊണ്ട് നമുക്ക് എല്ലാ അപജയങ്ങളെയും അതിജീവിച്ച് ഇവിടെ വരെ വരാൻ സർവശക്തൻ പ്രാപ്തി നൽകി. അതുകൊണ്ട് ഈ വായിച്ച തിരുവെഴുത്ത് അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകം സഭയുടെ ഭാവി സംബന്ധിച്ച്, നിത്യത സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഏറ്റവും ആധികാരികമായ ഭാവമാണ്. ആ ഭാഗം വിശദീകരിക്കുമ്പോൾ നല്ല ഏകാഗ്രതയും പ്രാർത്ഥനയും നിങ്ങൾക്കില്ല എങ്കിൽ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. നിങ്ങൾ പറഞ്ഞിട്ട് പോകും, അകപ്പാടെ വരണ്ട, എന്തൊക്കെയോ കാര്യങ്ങൾ കേട്ടു, ഒന്നും പിടിയിട്ടില്ല. അത് വെളിപ്പാട് വായിച്ചാൽ തന്നെ അങ്ങനെ മനസ്സിലാവില്ല എങ്കിൽ പ്രസംഗിച്ചാൽ ഉള്ള അവസ്ഥ അറിയാമല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഏകാഗ്രതയോടെ ശ്രദ്ധിക്കുന്ന ചിലർക്ക്
ഈ വചനം തീർച്ചയായും ആത്മീകമായ വലിയ ഉള്ളടക്കങ്ങളെ സ്വാംശീകരിക്കാൻ സർവശക്തൻ കൃപ നൽകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. സന്തോഷമല്ലേ? ഞാനൊരു കാര്യത്തിൽ ഒരൽപ്പം വ്യത്യസ്തനാണ്. ആരെക്കൊണ്ടും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കരമുയർത്തി ഹല്ലേലൂയ പറയിപ്പിച്ചിട്ടില്ല. അത് ചെയ്യുന്ന തെറ്റാണെന്നൊന്നുമല്ല. നിങ്ങളെല്ലാം ദൈവത്തെ സ്തുതിക്കണം, പക്ഷെ അത് എൻ്റെ ചെലവിൽ വേണ്ട. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? ഇതൊക്കെ അടുത്ത കാലത്താണ് നമ്മുടെ സമൂഹത്തിലേക്ക് ചേക്കേറിയത്. ഞാൻ സാധാരണത്തിൽ ഈ പാട്ട് കഴിഞ്ഞേ വരും. അലക്സൊക്കെ ക്ഷമിക്കണം, നമ്മുടെ കുട്ടികളാണ്. എന്നോട് വന്നപ്പോഴേ സ്റ്റേജിൽ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ വൈപ്പർ ആടുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കയറാമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്കതിനുള്ളൊരു ആരോഗ്യമില്ല. അതുകൊണ്ടല്ല, ചെയ്യുന്ന മോശമെന്നല്ല, എല്ലാം കഴിഞ്ഞ് ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി കഴിഞ്ഞ് അപ്പോൾ അതൊക്കെ കയറാം. അത് പറയാനുള്ള ഒട്ടേറെ കാരണമുണ്ട്. അത് പാട്ടിനോടുള്ള എന്തെങ്കിലും പ്രശ്നമല്ല, പാട്ടുകാരോടുള്ളതല്ല. അവരിപ്പോൾ അവരെ മുമ്പിൽ പറഞ്ഞ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ്. പക്ഷേ ദൈവമെങ്കിൽ ഭരമേൽപ്പിച്ച ഒരു ദൗത്യം വിശ്വാസത്തിനെതിരെ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ച് കൂടി നടത്തേണ്ട ഖണ്ഡനം സംബന്ധിച്ചുള്ള ഒരവബോധമാണ്. സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനും ദൈവവചനത്തിനും എതിരെ ഉയരുന്ന ചിന്താധാരകളെ കൂടി പ്രതിരോധിച്ചാണ് വരുന്നത്. അതിൻ്റെ പേരിൽ ഒത്തിരി നഷ്ടങ്ങളും ക്ഷീണങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. ബഹുമാനപ്പെട്ട കർത്താവനദാസൻ പരിണിതപ്രജ്ഞനായ MD തോമസ് അച്ചായൻ ഇവിടെ ഉണ്ട്. ഞാൻ പൊതുവിൽ ഇത്തരം പാട്ടുകളെയൊക്കെ കുറിച്ചുള്ള വിമർശനം നടത്തുന്ന വഴിക്ക് ഒരു പാട്ടിൽ ഒരു അബദ്ധം ചൂണ്ടിക്കാണിച്ചു. എനിക്ക് അബദ്ധം തോന്നിയ കാര്യം അത് അബദ്ധമാകണമെന്നില്ല കേട്ടോ. അലക്സ് അത് വാഴോന്നറിയില്ല. അതിൽ ഹാ മണവറയ്ക്കകത്ത് നീ അണയും സമയത്ത് ശ്രീ മഹാരാജ്ഞിയെ നിന്നെ കാണുവാൻ സ്വർഗകാമിനി ഗണം അമിത കുതുകമോട് ആദരാലരികെ വരും തവ കൈകളിൽ കാന്തൻ പിടിക്കും മോദവാൻ. ബൈബിൾ എത്ര വായിച്ചാലും സ്വർഗത്തിൽ ഇങ്ങനെ കാമിനി ഉള്ളതായിട്ട് നമ്മൾ വായിച്ച ബൈബിളിലില്ല. കാമിനിയുള്ളത് നമ്മുടെ സ്വർഗത്തിലല്ല. ഞാനൊരു സംവാദവേദിയിൽ ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അവർ പറയുന്ന സ്വർഗത്തിൽ പോയാൽ 72 ഹൂറിമാരാണ് ഒരു പുരുഷന് കിട്ടുന്നത്. 72 സുന്ദരിമാരെ ഒരു പുരുഷന് സ്വർഗത്തിൽ കിട്ടും. മദ്യമൊഴുകുന്ന നദികൾ കിട്ടും. പിന്നെ ഒത്തിരി പഴങ്ങളും ഒക്കെ കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ആ കോട്ട കൂടി ബ്രദറങ്ങെടുത്തു. അപ്പം എനിക്ക് ആ സ്വർഗം പിടിച്ച് തരേണ്ട കാര്യമില്ല, മദ്യത്തിൻ്റെ കോട്ടയും. എൻ്റെ കാരണം 72 സുന്ദരിമാരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കല്യാണം കഴിച്ചിട്ട് ജീവിച്ചു പോകുന്നൊരവസ്ഥ ഇത് വെച്ചൊക്കെ ചിന്തിച്ചപ്പോൾ. മറ്റൊന്നുകൂടി, ഒരു സുന്ദരിയുടെ വലിപ്പം 90 മീറ്ററാണ്. 90 മീറ്റർ. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പറയുന്നത് കാണണമെങ്കിൽ ഓട്ടോറിക്ഷ പിടിച്ച് പോകണം. അതൊക്കെ കൊണ്ട് സൗകര്യപ്രദമായ നമ്മുടെ ചെറിയ ജീവിതമായിട്ട് നമ്മളിങ്ങനെ കഴിഞ്ഞു പോകും. അതുകൊണ്ട് അത് കൈവച്ചോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെ സ്വർഗമുണ്ട്. പിന്നെ അപ്സരകന്യകളെക്കുറിച്ച് നിരവധി പുരാണങ്ങളിലുണ്ട്. പക്ഷെ ബൈബിളിലെ സ്വർഗത്തിൻ്റെ പ്രത്യേകത അവിടെ സ്ത്രീയില്ല, പുരുഷനില്ല. ക്രിസ്തു യേശുവിൽ നമ്മൾ ദൂതതുല്യരാകും. ഹല്ലേലൂയ. അർത്ഥത്തിൽ ഒരു ചെറിയ പിശക് വന്നാണ്. അത് മനുഷ്യനെഴുതുന്നല്ലേ, അപ്പോൾ അതിൽ പിശക് വരാം, അത് കുഴപ്പമില്ല. എക്സാമ്പിൾ, അത് ചില അറിവുള്ള ആളുകൾ ദൂതസഞ്ചയം ഒന്ന് തിരുത്തി. അത് ശരിയാണ്. സ്വർഗത്തിലെ ദൂതസഞ്ചയം സഭയുടെ ആഗമന വേളയിൽ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിലത് ശരിയുണ്ട്. അനവരം കാമിനി എഴുതിയുള്ള പ്രശ്നം എന്താ? സ്വർഗത്തിൽ കുറേ സ്ത്രീകൾ അവിടെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ അത് പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ഞാൻ നേരിട്ടത് വലിയൊരു ജലപ്രളയം ഒഴുകുന്ന വിപത്താണ്. കാരണം ഇവിടെ ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് ഈ സംസ്കൃത പാണ്ഡിത്യമൊക്കെ എന്തോ വലിയൊരു സംഭവമാണ്. നല്ല കാര്യമാണ്, ആരെതിർത്തു? പക്ഷെ ഇതിലും വലിയ പണ്ഡിതരുണ്ടായിരുന്നല്ലോ അകത്ത്. അതിലൊരു സംഭവം കൂടി പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ചില ആളുടെ ധാരണ ഈ സംസ്കൃത പണ്ഡിതരൊന്നും പെന്തക്കോസിൽ ഇല്ലെന്നാണ്. ചിലയിടത്ത് മാത്രമേ ഉള്ളതാണ്. അങ്ങനെയല്ല. നമ്മുടെ പല കവികളും ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായി കവിത എഴുതുകയല്ല, ഹൈന്ദവരായ സഹോദരങ്ങൾ എഴുതിയ പാട്ട് 1-2 കഷ്ണം എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ മീതെ കയ്യാല വെച്ച് പോകായിരുന്നു. പഴയ കയ്യാലയുടെ മീതിൽ 2-3 പദങ്ങളൊക്കെ സ്വന്തം കയറ്റി വെച്ച് പോകായിരുന്നു. അതൊക്കെ അടുത്ത കാലത്ത് തെളിവുകൾ വന്നു കഴിഞ്ഞു. എന്നിട്ട് കുറേ ആത്മനിറവിൽ എഴുതിയാന്നൊക്കെയാണ് പറഞ്ഞത്. അത് എന്തോ ആത്മനിറവാന്നറിയില്ല.
ഇത്രയും പറഞ്ഞതിനാണെന്നറിയണ്ടേ? നമ്മുടെ രാജ്യത്ത് പെന്തക്കോസ്ത് അനുഭവങ്ങളുടെ തുടക്കം ഒരു സ്ത്രീയിൽ നിന്നാണ്, ഒരു സഹോദരിയിൽ നിന്നാണ്. ഇന്ത്യ മഹാരാജ്യത്ത് രേഖാമൂലമുള്ള പെന്തക്കോസ്ത് അനുഭവങ്ങളുടെ അനുഭവം കേട്ടോ, സഭയല്ല. പെന്തക്കോസ്തലിസത്തിൻ്റെ ആവിർഭാവം ഒരു പ്രാർത്ഥിക്കുന്ന സഹോദരിയുടെ പ്രാർത്ഥന മുറിക്കുള്ളിൽ നിന്നായിരുന്നു. അവരുടെ പേര് പണ്ഡിത രമാബായി എന്നായിരുന്നു. ഈ പണ്ഡിത രമാബായിയുടെ മുക്തി മിഷൻ എന്ന സ്ഥാപനത്തിലാണ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ ഉണർവിൻ്റെ താപജാലകൾ ആളിക്കത്തിയത്. ആരാ പണ്ഡിത രമാബായി എന്നറിയണ്ടേ? അവര് ചിത്പവൻ ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട, ഈ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്ന ഗോഡ്സയുടെ കുടുംബമാണ് ചിത്പവൻ. അത്തരം കുടുംബത്തിൽപ്പെട്ട ഉന്നത കുലജാതയായ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ്. അഗാധമായ സംസ്കൃത പാണ്ഡിത്യം, ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെ ഉള്ള അഗാധ പാണ്ഡിത്യം. അതുകൊണ്ട് അവർക്കൊരു ബിരുദം കിട്ടി, പണ്ഡിറ്റ്. ബിരുദം കിട്ടിയെന്ന് മാത്രമല്ല, ഈ ബിരുദം കിട്ടുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ ആളാണ് പണ്ഡിത രമാബായി. പണ്ഡിറ്റ് കറുപ്പൻ അല്ലെങ്കിൽ പണ്ഡിറ്റ് നെഹ്റു എന്നൊക്കെ പറയും മുമ്പ് പണ്ഡിത രമാബായി ഉണ്ടായിരുന്നു. തീർന്നില്ല. ഒരു മനുഷ്യൻ്റെ സംഭാവനകൾക്ക് രാഷ്ട്രം കൊടുക്കുന്ന അവാർഡുകളിലേ ഇന്ത്യ ഒരു തപാൽ സ്റ്റാമ്പ് ഇറക്കിയാണ് പണ്ഡിത രമാബായി ആദരിച്ചത്. മനസ്സിലാക്കണം. ഈ ചരിത്രമൊന്നും അറിയാതെ പെന്തക്കോസ്ത് സഭകൾക്കുള്ളിൽ അറിവും വിവേകവും ഇല്ലാത്ത പിതാക്കന്മാർ തുടങ്ങിയ നിലയിലാണ് ഇതേക്കുറിച്ച് പറഞ്ഞൊപ്പിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല. നമ്മുടെ പൂർവികരെ കുറിച്ച് കൂടി ഇത് പഠിക്കണം. എന്താ അറിയണ്ടേ? ഇന്ത്യയിൽ, കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച മഹാരഥന്മാരിൽ ഒരാളാണ് ശ്രീ ART അതിശയം എന്ന കർത്തൃദാസൻ. AR തങ്കയ്യ അതിശയം തമിഴ് ബ്രാഹ്മണനായിരുന്നു. സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും മലയാളത്തിലും ഉജ്ജ്വലമായ പാണ്ഡിത്യം. ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിന് ഭാഷ്യം ചമച്ചയാളാണ്. ആദരണനായ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പ്രസിഡന്റായ തോമാച്ചായൻ അന്നത്തെ കാലത്തെ ഡോക്ടറേറ്റ് ഉള്ളയാളാണ്. PhD റിസർച്ച് ചെയ്തെടുത്ത ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD. ഇത്തരം മഹാരഥന്മാരൊക്കെ ഉണ്ട്. ഇനി ബൈബിളിലെ പാണ്ഡിത്യം എടുത്താൽ ആദരണനായ TG ഉമ്മൻ എന്നറിയപ്പെടുന്ന കർത്തൃദാസനുണ്ട്. പാസ്റ്റർ K. എബ്രഹാം ഉണ്ട്. പൂർവികരായ നമ്മുടെ പല പിതാക്കന്മാരും വിശുദ്ധ ബൈബിളെ ആഴത്തിൽ പഠിച്ച് ആ ആഴത്തിൽ നിന്നുകൂടെ സംസാരിക്കാൻ പ്രാപ്തി നേടിയ അനുഗ്രഹീതരായ ദേവദാസന്മാരായിരുന്നു. അതുകൊണ്ട് പാട്ടിനെ കുറിച്ചൊക്കെ ഇത്രയും പറഞ്ഞത്. ചിലർ ഈ സംസ്കൃത പാണ്ഡിത്യമൊക്കെ കാട്ടി നമ്മളിങ്ങനെ വരട്ടാൻ വരുമ്പോൾ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. മാത്രമല്ല, ഈ ചില പാട്ടിലൊക്കെ കേൾക്കാൻ സുഖമുള്ള ചില പ്രയോഗങ്ങൾ കാണും. അത് നല്ലതാണ്. ഈ പാട്ടിൽ ചേകാനുപ്രാസം എന്നൊരു പ്രയോഗമുണ്ട്. അല്ലെങ്കിൽ അതായത് ഈ ലഘു കൂടുതൽ ഉപയോഗിച്ചാൽ, ഗുരുവും ലഘുവും ഉണ്ടല്ലേ? മലയാളമായിരുന്നോ അല്ലേ? ഗുരുവും ലഘുവില്ലേ? രണ്ട് മാത്രമുള്ള അക്ഷരത്തെ ഗുരു എന്നും ഒരു മാത്രമുള്ള അക്ഷരത്തെ ലഘു എന്നും പറയും. അപ്പം ലഘു കൂടുതൽ ഉപയോഗിച്ചാൽ ഈ കേട്ട് കഴിഞ്ഞാൽ പാട്ടിനകത്തൊരു ഇമ്പം കൂടും. ലഘു അക്ഷരങ്ങളുടെ അമിതമായ പ്രയോഗം അത് പ്രാസഭംഗിയോട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നല്ല ഇമ്പമാണ്. ആ ഇമ്പം എന്ന് ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ കവികൾ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പാടും ഞാൻ പരമേശന് സതതം എൻ്റെ പാപമെല്ലാം പോക്കിയത്, മനോഹരമായ പാട്ടാണ്. ഞാൻ ഓർക്കാറുണ്ട് ആ പാട്ട് കേട്ടിട്ട്. ബൈബിളിൻ്റെ ഉപദേശം അപ്പാടെ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. രക്ഷ, സ്നാനം, ദൂതറിയിക്കുക, സുവിശേഷീകരണം, മടങ്ങിവരവ്. ഇതെങ്ങനെയാണ് ഇത്രയും മനോഹരമായത് എഴുതിയതെന്ന് ഓർക്കാറുണ്ട്. അത്ര മനോഹരമാണ്. കാരണം എന്താ? അതിൽ സാഹിത്യമുണ്ട്, ഉപദേശമുണ്ട്, വേദപുസ്തക സിദ്ധാന്തങ്ങളുണ്ട്. അപ്പോൾ പാട്ടെഴുതുന്നവരും പാട്ട് പാടുന്നവരും ഓർക്കണം, അതിൽ ബൈബിൾ ഉണ്ടാകണം. ഇനി ബൈബിൾ ഉണ്ടായില്ലെങ്കിലും ബൈബിളിന് എതിരായി പോകരുത്. ഇതുപോലെ വേദപുസ്തക സത്യങ്ങൾക്ക് എതിരായി പോകരുത്. ആ സത്യത്തിൻ്റെ ചുവട്ടിലൂടെ തന്നെ നടക്കണം. ഈ സാഹിത്യം തെറ്റിയാലോ, ബാക്കിയൊക്കെ തെറ്റിയാൽ നമുക്ക് ശരിയാക്കാം. ഉപദേശം തെറ്റിയാൽ പിന്നെ വലിയ പാടാണ്, ഭയങ്കര പാടാണ്. അത് എവിടെയൊക്കെ പോയി നമുക്ക് ശരിയാക്കാം അല്ലേ? ഇവരോട് പറഞ്ഞ ഒരു മെഷർമെൻ്റൊക്കെ പോയി കഴിഞ്ഞാൽ, ആ നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതവർ ചെയ്യും. അതിനായ സംഗീതം അതവർ വേണ്ട വിധത്തിൽ ഒന്ന് ഇടിച്ചൊതുക്കൊക്കെ തരും. അങ്ങനെയല്ലേ? എന്നാൽ ഉപദേശം പോയി കഴിഞ്ഞാൽ അവർ ഇടിച്ചൊതുക്കാൻ ഒക്കത്തില്ല, നടക്കുകയില്ല. അതുകൊണ്ട് ബൈബിളിലെ ഉപദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചിന്തകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇന്ന് നമ്മുടെ തലമുറ വന്നിട്ട് പാട്ടിനെക്കുറിച്ചോ സംഗീതത്തെക്കുറിച്ചോ ഒക്കെ ഉള്ള നമ്മുടെ പരമ്പരാഗത കാഴ്ചപ്പാടിൽ നേരെ മാറി അതിൻ്റെ ശരിതെറ്റുകളിലൂടെയാണ് ഇന്ന് നമ്മുടെ കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ വചനം കേൾക്കേണ്ടതിനും ദൈവജനത്തിൻ്റെ ശരിയായ ആരാധനയെക്കുറിച്ച് ഗ്രഹിക്കേണ്ടതിനുമുള്ള ഉന്നതമായൊരു ബോധം നമ്മളിലെല്ലാം ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിനി മുഖപുര നീട്ടാതെ ഈ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഇതിൻ്റെ 5-ാം അധ്യായമാണ് വായിച്ചത്. 5-ാം അധ്യായം 4-ാം അധ്യായത്തിലെ ഒരു സംഭവത്തിൻ്റെ തുടർച്ചയാണ്. ധന്യനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ
സുവിശേഷ നിമിത്തം തടവറയിൽ കിടക്കുകയാണ്. തടവറ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പൺ ജയിലാണ്. അക്കാലഘട്ടത്തിൽ ക്രൂരന്മാരായ റോമിലെ അടിമകളെ കൊണ്ടിടാൻ വേണ്ടി, കൊണ്ട് തട്ടാൻ വേണ്ടിയുള്ള ഒരു ഏകാന്ത തടവറ. അതിന് ഉള്ള സംവിധാനം എന്ന് പറയുന്നത് അഴിയൊന്നുമില്ല, അതൊരു ദ്വീപാണ്. ആ ദ്വീപിലേക്ക് കൊണ്ട് തട്ടും. അവിടെ കിടന്ന് കൽക്കരിക്കനിയിൽ പണിയെടുക്കണം. കപ്പൽ ഇടയ്ക്കിടയ്ക്ക് കൽക്കരി കെട്ടാൻ വരുമ്പോൾ ഇവർക്കുള്ള ഭക്ഷണപ്പൊതികൾ എറിഞ്ഞു കൊടുക്കും. അത് കിട്ടിയാലായി, ഇല്ലെങ്കിലായി. പ്രായാധിക്യം കൊണ്ട് വീർപ്പ് മുട്ടുന്ന മനുഷ്യർ, മനോരോഗികൾ, കൊടും കുറ്റവാളികൾ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ സ്ഥലത്തേക്ക് ദൈവപുരുഷനെ സുവിശേഷ സംബന്ധിയായി അവിടേക്ക് കൊണ്ട് തട്ടി. അദ്ദേഹം ആ കിടപ്പിൽ എന്തൊക്കെയായിരിക്കും ചിന്തിക്കാൻ നോക്കുക. തൊട്ടടുത്ത് കിടക്കുന്നത് ഒരു കൊടും ക്രിമിനലാണ്, ഒരു കുറ്റവാളിയാണ്. അപ്പുറത്ത് ജീവശ്വാസം വലിച്ചു കിടക്കുന്ന, പ്രാണൻ നഷ്ടപ്പെടാൻ തുടങ്ങുന്ന മറ്റൊരുത്തൻ കിടക്കുന്നു. ഇനി അതിനപ്പുറത്ത് സമനില തെറ്റിയ മറ്റൊരാൾ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്നു. വ്യത്യസ്തങ്ങളായ ഈ ജീവിത പശ്ചാത്തലങ്ങളുടെ നടുവിൽ ഭക്തൻ പറയുകയാണ്, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ചുറ്റും ഭ്രാന്തന്മാർ അലറുന്നുണ്ട്. അപ്പുറത്ത് ഈ മാംസം കടിച്ചു പറിക്കാൻ ക്രൂര മൃഗങ്ങൾ ഓടി വരുന്നുണ്ട്. ഞാനും ഏതാണ്ടൊക്കെ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് എത്തിയെന്ന് ശരീരത്തിൻ്റെ ഭാഷ പറയുന്നു. 90-95 വയസ്സ് പ്രായമായി കഴിഞ്ഞു. നിവരെ നിൽക്കാൻ ത്രാണി നഷ്ടപ്പെട്ടു. ഇവിടെ കിടന്ന് ഞാൻ മരിക്കുമെന്നൊക്കെ എവിടേക്കോ ഇരുന്ന് എൻ്റെ ബോധം എന്നെ പഠിപ്പിക്കുന്നു. പക്ഷെങ്കിൽ കർത്തൃ ദിവസത്തിൽ ഈ പ്രതിസന്ധിയുടെ നടുവിലും ഞാൻ ആത്മവിവശനായി. ഒരു കാര്യം ഇന്ന് രാത്രി ദൈവമക്കൾ ഉറപ്പിച്ചുകൊള്ളണം. പരിസ്ഥിതി ഏതായിരുന്നാലും ആത്മപകർച്ചയുടെ ആഴങ്ങൾ ജീവിതത്തിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ ആർക്കും അതിനെ തടയാൻ സാധിക്കില്ല. ഒരു പത്മോസിനും തടയാനാവാത്ത വിധത്തിൽ, ഒരു നിയമത്തിനും തടയാനാവാത്ത വിധത്തിൽ, ഒരു സാഹചര്യത്തിനും ഉന്മൂലനം ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആത്മപകർച്ച വ്യാപരിച്ചപ്പോൾ കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. അങ്ങനെയെങ്കിൽ ആത്മവിവശതയുടെ ഹേതുവായ ആ ദൈവസാന്നിധ്യം ഞാനിങ്ങനെ ആസ്വദിച്ചിരിക്കവേ ഒരു നാദം എൻ്റെ കാതിൽ കേട്ടു. സുന്ദരമായൊരു ശബ്ദം എൻ്റെ കാതിൽ കേട്ടു. യോഹന്നാനേ, പരിചിതമായ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എൻ്റെ കാത് കൂർപ്പിച്ച് പിടിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണ് സ്നേഹമുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കാത് കൂർപ്പിച്ച് പിടിക്കും. പ്രായമായ ആളുകളെ എടാ എന്നാരും വിളിക്കില്ല. പക്ഷെ പഴയ കൂട്ടുകാരൻ വഴിയോരത്ത് കണ്ടാൽ എടാ എന്ന് ചൊല്ലി പേർ ചൊല്ലി വിളിച്ചാൽ കാത് കുറിപ്പിച്ചിരിക്കാൻ കാരണം എടാ എന്ന് വിളിക്കാൻ അധികാരം അവകാശമുള്ള ഒരു കൂട്ടുകാരൻ ഇവിടെയുണ്ട്. യോഹന്നാനേ എന്ന് വിളിച്ചപ്പോൾ കാത് കുറിപ്പിച്ചിരിക്കാൻ കാരണം ഈ ഒറ്റപ്പെട്ട തടവറയിൽ ക്രൂരന്മാർ അപ്പുറത്ത് നിൽക്കവേ, ഭ്രാന്തന്മാർ കടിച്ചു കുടയാൻ നിൽക്കവേ, കഴുകന്മാർ കുത്തിവലിക്കാൻ നിൽക്കവേ സ്നേഹമുള്ള സ്വാന്തനമുള്ളൊരു ശബ്ദം. ഈ രാത്രി ആ ശബ്ദത്തിൻ്റെ പേരാണ് സുവിശേഷം. അകത്തും പുറത്തും ആ ശബ്ദം ഒരുപോലെ തൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ശബ്ദപരിധിക്കുള്ളിലാണ് ഈ രാത്രി തിരുവെഴുത്ത് കേൾക്കുന്നതെങ്കിൽ ആ ശബ്ദത്തിൻ്റെ ഉടമയെ ഈ കേൾവിക്കാരുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സുവിശേഷത്തിൻ്റെ ആത്യന്തികമായ ആ സന്ദേശം ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊള്ളട്ടെ, മറ്റൊരുവരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട അതുല്യ നാമം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുനാമം. ആ മഹാനാമം നമുക്ക് രോഗശാന്തിയാണ്. ആ നാമം നമുക്ക് വിടുതലാണ്. ആ നാമം ഇരുട്ടിൽ നമുക്ക് മാർഗദർശനമാണ്. ഏത് കുറ്റിരുട്ടിനെയും മാറ്റിമറിക്കുന്ന ആ ഉജ്ജ്വല ദീപം കരുതിയാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ അതിൻ്റെ വെളിച്ചത്തിലേക്ക് അനേകായിരങ്ങൾ കടന്നു വരത്തക്ക വിധം പ്രാർത്ഥന കാര്യക്ഷമമാകാൻ നമുക്ക് ഒരു രാത്രി ഒരിക്കൽ കൂടി സമർപ്പിതരാകാം. ആ ശബ്ദം കേട്ടു. യോഹന്നാനേ, എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കി. അതിന് കാരണമുണ്ട്. യോഹന്നാൻ അറിയാം വ്യത്യസ്ത നാദത്തെപ്പറ്റി, വ്യത്യസ്ത കാഹളങ്ങളെപ്പറ്റി. കാഹളം നീട്ടി ഊതുമ്പോൾ യഹൂദ യാത്ര പുറപ്പെടേണ്ടതുണ്ട്. പാളയം. യോഹന്നാനും ഒരു യഹൂദ ഗോത്രക്കാരനാണ്. അദ്ദേഹം വകയിൽ യേശുവിൻ്റെ ഒരു ബന്ധുവാണ്, ഒരു സഹോദരനാണ്, അമ്മയുടെ അനിയത്തിയുടെ മകനാണ്. അങ്ങനെയുള്ള യോഹന്നാൻ ഒരു നാദം കേട്ടു. ആ നാദം എന്താ? ഇസ്രായേൽ യുദ്ധത്തിന് പുറപ്പെടുകയാണോ, അതോ പാളയം യാത്ര പുറപ്പെടുകയാണോ? ഗംഭീര ധ്വനിയായ ആ കാഹളം കേൾക്കുമ്പോൾ കിഴക്കേ പാളയം യാത്ര പുറപ്പെടണമെന്ന നിയമം അനുസരിച്ച് എന്താണ് ഈ ശബ്ദം? ആ ശബ്ദം ഒരു കാര്യം വ്യത്യസ്തമായി പറഞ്ഞു. യോഹന്നാനെ, ഈ നാദത്തിന്റെ ദൗത്യം തീരുന്നില്ല. ഇതൊന്നുമല്ലാത്തൊരു സന്ദേശം ഇവിടെ കയറി വരിക. ദാ ഇവിടെ വാ, ഇവിടെ വാ. ദാഹിക്കുന്ന ഏവരുമേ ഇവിടെ വാ. വിഷണ്ണരായവരെ ഇവിടെ വാ. സത്യാന്വേഷകരെ ഇവിടെ വാ. പതിതരെ, പ്രാണൻ നഷ്ടപ്പെടാൻ കാത്തിരിക്കുന്നവരെ,
ആത്മഹത്യയുടെ മുനമ്പത്ത് നിൽക്കുന്നവരെ, ചിന്താക്കുഴപ്പം കൊണ്ട് വീർപ്പുമുട്ടുന്നവരെ, ദാ ഇവിടെ വാ. ധനവും മാനവും പുരാതന സമ്പത്തും ശാശ്വത ഐശ്വര്യങ്ങളുമുള്ള ആ ദൈവപുത്രനെ ഇന്ന് രാത്രി പാപപരിഹാരകനായി ജീവിതത്തിന്റെ സകല ചോദ്യങ്ങൾക്കും ഉത്തരമായി ഞങ്ങൾ വീണ്ടും വരച്ചു കാട്ടുന്നു. ദാ ഇവിടെ വാ. യോഹന്നാൻ ആത്മവിവശതയിൽ ഒരു സ്ഥലത്തെത്തി. അതിൻ്റെ പേരാണ് സ്വർഗം. പ്രൈസ് ദി ലോർഡ്. ഇനിയിപ്പോൾ ഈ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് എന്തോ കുഴപ്പം പിടിച്ചൊരു സ്ഥലമാണെന്നൊക്കെ ആണ് ആളുകളുടെ ചിന്ത. അടുത്ത കാലത്തൊരു വിദ്വാൻ പറയുന്നത് കേട്ടു, ഭൂമിയിലൊരു വാഴക്ക ഉണ്ടാക്കാത്ത ദൈവ സ്വർഗത്തിൽ എന്ത് ചെയ്യുന്നൊക്കെ അല്ലേ. എന്നോട് പറഞ്ഞൊരു വീഡിയോ ഇറക്കാൻ. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ ഈ ചൂടിലൊരു വീഡിയോ ഇറക്കിയാൽ അത് ഓവറായിപ്പോവും, വിട്ടേക്കാൻ പറഞ്ഞു. ഇവരൊക്കെ സമൂഹത്തിൽ കുറെ നിലയും വിലയൊക്കെ ഉള്ള മനുഷ്യരാണേ. വിവേകമുണ്ടാകണം, അറിവുണ്ടാകണം. നമ്മുടെ ഇവിടെ വരെ വന്ന വഴികളെക്കുറിച്ച് പഠിക്കണം. എങ്ങനെയാണ് ഇത്രയും ലോകത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നുള്ളതിൻ്റെ പശ്ചാത്തലം പഠിക്കണം. ഈ ഗ്രന്ഥം പഠിക്കണം, ഇതിൻ്റെ ഉള്ളടക്കം പഠിക്കണം, ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് പഠിക്കണം. ഇതൊന്നും ഗ്രഹിക്കാതെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടുന്ന മട്ടിൽ തട്ടിവിട്ട് കഴിഞ്ഞാൽ ഉൾക്കൊള്ളാൻ ചിലരൊക്കെ ഉണ്ടായേക്കും. അപ്പോൾ ഈ സ്വർഗത്തെക്കുറിച്ച് നിത്യതയെക്കുറിച്ചൊക്കെ പറയുന്നത് എന്തോ അപകടം പിടിച്ചൊരു കാര്യമായി, കുഴപ്പം പിടിച്ച കാര്യമായിട്ട് പലർക്കും തോന്നുന്നുണ്ട്. പക്ഷെ ദൈവത്തെ വിശ്വസിക്കുന്ന നമുക്ക് സ്വർഗം ഒരു നാച്ചുറലായ പ്ലേസാണ്, ഒരു സ്വാഭാവികമായ സ്ഥലമാണ്. എന്താ കാര്യം? മനുഷ്യരാശിയുടെ ജീവിതത്തിന് ഭൂമി കൊണ്ട് അവസാനിക്കുന്ന, ഇഹലോകം കൊണ്ട് അവസാനിക്കുന്ന താൽക്കാലികതയാണെങ്കിൽ ആ ജീവിതം അർത്ഥശൂന്യമാണ്. നിലനിൽക്കുന്ന ഒരു ആത്മാവുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായി പഠിപ്പിച്ചു. തെറ്റുപറ്റാത്ത യേശു തൻ്റെ തെറ്റുപറ്റാത്ത നാവ് കൊണ്ട് നമ്മെ പഠിപ്പിച്ച തിരുവെഴുത്താണ് നമ്മൾ ഇന്ന് വായിച്ചതും പഠിക്കുന്നതും. സ്തോത്രം. ഇവിടെ കയറി വരിക. യോഹന്നാൻ ചെന്നു. ഇതിനിടയ്ക്ക് ഈ സ്വർഗം ദർശനത്തിൽ കണ്ട ഒത്തിരി ആളുകൾ, അവകാശപ്പെടുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ആൾക്കാരുടെ കൂടെ ഉണ്ട്. ഇതൊന്നും കേൾക്കാൻ പോരും. 10-20 കൊല്ലം മുമ്പ് ഒരു പെൺകുട്ടി ഈ തിരുവല്ല ഭാഗത്ത് സ്വർഗം കണ്ടൊരു പെണ്ണുണ്ടായിരുന്നു. ഒരു പുസ്തകമൊക്കെ എഴുതി. അതിനകത്ത് രസകരമായൊരു കാര്യമുണ്ട്. ഞാൻ സ്വർഗത്തിലെത്തിയപ്പോൾ യേശുപ്പച്ചൻ അവിടെ നിൽക്കുന്നു. ഞാൻ യേശുപ്പച്ചനെ കണ്ടത് ഓടിച്ചെന്നു. യേശുപ്പച്ചൻ എന്നെ വിളിച്ചുകൊണ്ടൊരു പൂന്തോട്ടത്തിൽ കൊണ്ടുപോയി. അവിടെ മനോഹരമായൊരു തടാകം. ആ തടാകത്തിലൂടെ സ്വർണ്ണ നിറമുള്ള മത്സ്യം, സ്വർണ്ണ മത്സ്യം. അപ്പോൾ ഈ തടാക സ്വർണം, നിൽക്കുന്ന ആൾ സ്വർണം, മൊത്തം സ്വർണ്ണമാണ്. അവസാനം മീൻ പിടിച്ചുകൊണ്ട് വന്നു, സ്വർണ്ണ ചീനച്ചട്ടിയിലിട്ട് എനിക്ക് വറുത്ത് തന്നു. അതും മേടിച്ച് വായിച്ച പുള്ളികളുണ്ട്. ഇപ്പോൾ അതിൻ്റെ അനന്തരാവസ്ഥയൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഇതൊന്നും വിറ്റഴിക്കാൻ സമ്മതിക്കരുത്. ഈ പുസ്തകത്തോട് നീതി പുലർത്താത്തൊന്നും സ്വീകരിക്കാൻ ദൈവമക്കൾക്ക് ബാധ്യതയില്ല. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ച അതിവിശുദ്ധ വിശ്വാസമാണിത്. ഇതിന് നിരക്കാത്തതൊന്നും എവിടെയും ഉണ്ടാകാൻ പാടില്ല. ഈ പുസ്തകത്തിന് സ്വീകരിക്കാൻ കഴിയാത്തതിനെ സ്വീകരിക്കത്തക്ക വിധം വിശാലമല്ല പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ഹൃദയം. ഈ പുസ്തകത്തിൽ ഇല്ലാത്തതും ഇവിടെ നിന്ന് വരാത്തതൊന്നും ദൈവികമായിരിക്കുന്നില്ല. അത്രയും മാത്രമേ ഞാൻ അതേക്കുറിച്ച് പറയുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടു, ഈ കർത്താവ് ഇവിടെ കയറി വരാൻ പറഞ്ഞപ്പോൾ ഒരു പരിശുദ്ധ സ്വർഗത്തെ കാണിച്ചു കൊടുക്കുക. ഈ സ്വർഗത്തെക്കുറിച്ച് പറയാൻ രസാവഹമായ ഒത്തിരി കാര്യമുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ നോക്കിയപ്പോൾ ഒരു സിംഹാസനം വച്ചിരിക്കുന്നത് കണ്ടു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, അതിൽ 24 മൂപ്പന്മാർ. അവർക്ക് സ്വർണ്ണ കിരീടങ്ങൾ ഉണ്ടായിരുന്നു. സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് പളുങ്കിനൊത്തൊരു കണ്ണാടിക്കടൽ പുറപ്പെട്ടു. സിംഹാസനത്തിൻ്റെ ചുറ്റിലും അതിനു മുമ്പിലും 4 ജീവികൾ നിരന്തരം ദൈവമഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരുന്നു. ഈ 4 ജീവികളുടെ പ്രത്യേകത, ഒന്നാം ജീവി സിംഹത്തിന് സദൃശ്യവും, രണ്ടാം ജീവി കാളയ്ക്ക് സദൃശ്യം, മൂന്നാം ജീവി മനുഷ്യന് സദൃശ്യം, നാലാം ജീവി പറക്കുന്ന കഴുകന് സദൃശ്യം. ഈ ജീവികൾ 6 ചിറകുണ്ടായിരുന്നു. 6 ചിറകുള്ള ഈ ജീവികൾ 2 ചിറക് കൊണ്ട് മുഖം മൂടുകയും 2 കൊണ്ട് പറക്കുകയും 2 കൊണ്ട് പാദം മൂടുകയും ചെയ്തുകൊണ്ട് ഒരുത്തനോട് ഒരുത്തൻ. ആ പ്രയോഗം ശ്രദ്ധിക്കണം. ആളുകൾ ചിലെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് ആരാധനയാണെന്ന്. ഇങ്ങനെയാണ് ഇവർ ആരാധിക്കുന്നതല്ല, ഇത് ആരാധനയായി തീരാറുണ്ട്. പക്ഷെ സംഭവം ഒരു പേഴ്സണൽ കോൺവെർസേഷനാണ്, ഒരു പരസ്പര സംഭാഷണമാണ്. എന്താ അവിടെ ഇരിക്കുന്നത്? ഒരുത്തനോട് ഒരുത്തൻ. മനസ്സിലായില്ലേ? അവർ പരസ്പരം ഒരു കാഴ്ച കാണുകയാണ്.
എന്താ കാഴ്ച? ഇനി വേറെ എസെക്കിയേലിലേക്ക് എന്നാൽ മറ്റൊരു കാഴ്ച കാണാം. ഈ 4 ജീവജാലങ്ങൾ ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിന്നിട്ട് ദൈവത്തെ നോക്കാൻ ത്രാണിയില്ലാതെ ആ തേജസ്സും മഹിമയുമാർന്ന ആ പ്രതാപത്തെ നോക്കിയിട്ട് ഒരുത്തൻ ബഹുമാനം കൊണ്ട് പറയുക, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. 3 ആവർത്തി കഴിയുമ്പോഴേക്ക് അടുത്തൊരു ഒക്ടേവിലേക്ക് കാര്യം പോവാ. എന്താ കാര്യം അറിയണ്ടേ? പരിശുദ്ധൻ, കദോഷ് എന്നാണ് ഹീബ്രു വാക്ക്. ഹാ കദോഷ് കദോഷ് കദോഷ്. ഇങ്ങനെ 3 തവണ പറഞ്ഞു കഴിയുമ്പോൾ സംഭവിക്കുന്നത് 3 ആളുകളെ അവിടെ കാണാം. ദൈവപിതാവിനെ, ദൈവപുത്രനെ, ദൈവപരിശുദ്ധാത്മാവിനെ. ആ സ്റ്റാൻസ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് പാടുമ്പോൾ ഒരുപറ്റം ദൂതഗണങ്ങൾ നോക്കുന്നത് ഈ ദൈവസിംഹാസനത്തിലേക്കാണെങ്കിൽ നീ വേറെ ഒരു പറ്റം ദൂതഗണങ്ങളുണ്ട്. അവരുടെ ശ്രദ്ധ എവിടെയാണെന്ന് അറിയണ്ടേ? ഈ പ്രപഞ്ചത്തിലേക്കാണ്. അവർ കാഴ്ച കണ്ടു, മനോഹരമായ ഭൂമി. ആ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഭൂമിക്ക് വിപരീത ദശയിൽ ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നു, രണ്ടാളും ഒരുമിച്ച് സൂര്യനെ വലം വയ്ക്കുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവൻ കൂട്ടിയിടിക്കാതെ കൃത്യമായൊരു സംവിധാനത്തിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ചലനാത്മകമാക്കുന്ന ഒരു ദൈവത്തെ കണ്ടിട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കി ആ ദൂതഗണങ്ങൾ പാടുകയാണ്, മുഴുലോകവും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു വട്ടം ദൂതഗണങ്ങൾ പറയും, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. വാക്യപ്രതിവാക്യം പോലെ അടുത്ത കൂട്ടർ പറയും, മുഴുലോകവും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായി ആരാധനയായി മാറും. ഇനി അടുത്തതായി കാണാൻ പറ്റുന്നത്, അങ്ങനെ ആരാധന നടക്കുന്ന വേളയിൽ അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വേളയിൽ ഈ മൂപ്പന്മാര് ആരാധനയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആനും പറയും, കർത്താവേ നീ സകലതും സൃഷ്ടിച്ചു, നിന്റെ ഇഷ്ടം ഹേതുവായി സകലതും ഉണ്ടായി, സ്തോത്രവും ബലവും മാനവും മഹത്വവും ഒക്കെ സ്വീകരിപ്പാൻ നീ യോഗ്യൻ. ഇത് പറയുമ്പോഴേക്കും മൂപ്പന്മാർ സിംഹാസനങ്ങളിൽ എഴുന്നേറ്റ് തങ്ങളുടെ കിരീടങ്ങളെ താഴെയിടും. ഇതാണ് അവിടെ കണ്ടത്. അങ്ങനെ ഇരിക്കെ മറ്റൊരു കാഴ്ച യോഹന്നാൻ കണ്ടു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. ഇരിക്കുന്നവന്റെ പക്കൽ അകത്തും പുറത്തും 7 മുദ്രകളോട് കൂടിയ ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥച്ചുരുൾ കയ്യിൽ വെച്ച് ആ ഇരിക്കുന്നവനെ നോക്കി ദൂതന്മാരുടെ മൂപ്പന്മാരുടെ നടുവിൽ നിന്നൊരു ശബ്ദം. ആ ശബ്ദം ഇങ്ങനെയാണ്, ഈ ഗ്രന്ഥവും അതിൻ്റെ മുദ്രയും ഭേദിപ്പാൻ യോഗ്യൻ ആരുള്ളൂ? ചോദ്യം. ആരെങ്കിലും യോഗ്യതയുള്ളവരുണ്ടോ എന്ന് കാണാൻ യോഹന്നാൻ കാതുകൂർപ്പിച്ച് കണ്ണു തുറന്ന് പിടിച്ചപ്പോൾ നിരാശയായിരുന്ന ഫലം. ആ നിരാശ കരച്ചിലിന് വഴിമാറി. ഞാൻ നോക്കുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലും എവിടെയും ഈ പുസ്തകവും അതിൻ്റെ മുദ്രയും ഭേദിക്കാൻ യോഗ്യനായി ഒരുവനെയും കണ്ടില്ല. ഞാൻ ഏറ്റവും കരഞ്ഞു. മൂപ്പന്മാരിൽ ഒരുത്തനടുത്ത് വന്ന് എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ മുദ്രയും ഭേദിപ്പാൻ ജയം പ്രാപിച്ചിരിക്കുന്നു. മൂന്നാമതായി ഒന്നുകൂടി കാണുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. 3 വ്യത്യസ്ത പ്രയോഗങ്ങൾ, 2 തമ്മിൽ നേരിയ സാമ്യമുണ്ട്. മൂപ്പന്മാരിൽ ഒരുത്തൻ യോഹന്നാനെ ആശ്വസിപ്പിച്ചിട്ട് പറയുന്നത്, കരയണ്ട. എന്നിട്ട് ഈ ഗ്രന്ഥം ഭേദിക്കാൻ യോഗ്യതയുള്ളവൻ്റെ അപരാഭിധാനം, ആ ആഡ്ജക്റ്റീവ് ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്തൊക്കെയാണ്? യഹൂദഗോത്രത്തിലെ സിംഹം, ദാവീദിൻ്റെ വേര്. ഇത് ഗൗരവമുള്ള 2 പ്രയോഗങ്ങളാണ്. ആ 2 പ്രയോഗങ്ങൾ ഒന്ന് പരിശോധിച്ച് പോകാം. 12 ഗോത്രങ്ങൾ ഇസ്രായേൽ മക്കൾക്കുണ്ട്. ആ 12 ഗോത്രങ്ങളിൽ രൂബേൻ, ശിമയോൻ, ലേവി, യഹൂദ, ഈ 4 ആളുകൾ യാക്കോബിൻ്റെ മക്കളിൽ ലേയയുടെ പുത്രന്മാരായി അറിയപ്പെടും. ഈ 4 മക്കൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്നാമൻ്റെ പേര് രൂബേൻ എന്നാകുന്നു. രൂബേൻ, ആ പദത്തിൻ്റെ അർത്ഥം നോക്കൂ ഒരു പുത്രൻ. അവരുടെ ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തിന് ചില വേദനിപ്പിക്കുന്ന കഥകളുടെ ഓർമ്മകളുണ്ട്.
യാക്കോബിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിൽ ലേയ അനിഷ്ടയും റാഹേല് ഇഷ്ടയുമായ 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു. നമുക്കതും അറിയാം. എന്നാൽ ലേയെ യാക്കോബിന് ഇഷ്ടമല്ലെങ്കിലും ദൈവത്തിൻ്റെ പദ്ധതിയിൽ ലേയ ഉണ്ടായിരുന്നു. ലേയ ഒരു മകനെ പ്രസവിച്ചു. ആ മകന് പേരിട്ടു രൂബൻ. ബെൻ അർത്ഥം പുത്രൻ എന്നാണ്. രൂബൻ എന്ന് പറഞ്ഞാൽ നോക്കൂ ഒരു പുത്രൻ. നോക്കൂ ഒരു പുത്രൻ എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ടും ഈ ഭർത്താവായ യാക്കോബ് കുഞ്ഞിനെ അങ്ങനെ നോക്കാനൊന്നും വരുന്നില്ല കാര്യമായിട്ട്. അതിൻ്റെ കാരണം റാഹേലിനതൊരു വിഷമമാണ്. അതുകൊണ്ട് പുള്ളി കാണാൻ പോകുന്നില്ല. അവ രണ്ടാമത് ഒരു മകനെ കൂടി ദൈവം കൊടുത്തു, ശിമയോൻ. അവനൊരു പേരിട്ടു യഹോവ കേട്ടു. അവ കണ്ടു എന്ന് പറഞ്ഞു തുടങ്ങി, ദാ കേട്ടു. കേട്ടു എന്ന് പറഞ്ഞിട്ടും യാക്കോബിന് പഴയ ആകാംക്ഷയും താല്പര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയണ്ടേ? റാഹേലിനോടുള്ള സ്നേഹം അവളെ വിഷമിപ്പിക്കണ്ട. ഒരു കാര്യം പഠിക്ക്. ഒരുത്തിയുടെ കൂടാരത്തിൽ അമർഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും പ്രതിഫലനം. അസൂയ കൊണ്ട് അവൾ മരിക്കാൻ തുടങ്ങുമ്പോൾ അടുത്തവളുടെ കൂടാരത്തിൽ ദൈവം കണ്ടു, ദൈവം കേട്ടു. മൂന്നാമത് ദൈവം പറ്റിച്ചേർന്നു. ഞാൻ ഇനിയും യഹോവയെ സ്തുതിക്കും എന്ന് പറഞ്ഞ് അവൾ ദൈവത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് 4മതൊരു കുഞ്ഞിന് പേരിട്ടു യഹൂദ. മറ്റവൾ കരഞ്ഞ് നിലവിളിച്ച് യാക്കോവിനോട് പറയുകയാണ്, എനിക്ക് മക്കളെ തരിക, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു. യാക്കോബ് ഒരു നല്ല മനുഷ്യനായിരുന്നു, പക്ഷെ ചൂടായിപ്പോയി, ക്ഷുബ്ധനായിപ്പോയി. ക്ഷുബ്ധനാകാൻ കാരണം എന്താ? പലർക്കും അത് അറിയില്ല ആ കാര്യം. യാക്കോബ് പറയുകയാണേ, എനിക്ക് മക്കളുണ്ടാകാത്തതേ എൻ്റെ എല്ലാ പ്രശ്നം നിൻ്റെയാണ്. കാരണം എനിക്കിപ്പോൾ 4 മക്കളുണ്ടെന്ന് വേറെ ഒരു പുരുഷനെന്ന നിലയിൽ എനിക്ക് അപാകതയൊന്നുമില്ലെന്ന്. നല്ല ചുണക്കുട്ടന്മാരായ മക്കൾ വേറെ ഉണ്ട്. ഇനി കോങ്കുബൈൻ സിസ്റ്റം ഉണ്ടെന്ന്, അതിലൊക്കെ മക്കളുണ്ട്. അപ്പോഴേ പ്രശ്നം നിൻ്റെയാ. എങ്കിലും യാക്കോബേ ഇതായിരുന്നില്ല പറയേണ്ടത്. ഒരാശ്വാസം. എല്ലാവരും വെറുത്തപ്പോൾ അവൾ ദൈവത്തെ സ്തുതിച്ചു. ദൈവം അവളുടെ ഉദരത്തെ കടാക്ഷിച്ചു. ഇങ്ങനെ ചരിത്രമുള്ള 12 ഗോത്രങ്ങളിൽ ഒരു ഗോത്രമാണ് യഹൂദ ഗോത്രം. ഈ ഗോത്രത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ഗോത്രം തിരഞ്ഞെടുക്കപ്പെടാൻ ഒരു കാരണമുണ്ട്. രൂബേനെ തിരഞ്ഞെടുക്കേണ്ടതാണ്, പക്ഷെ യാക്കോബിന്റെ ഇഷ്ടം യോസെഫാണ്. ഒരിക്കലും മനസ്സിലാക്കരുത് ആത്മീയത ഏതെങ്കിലും പ്രത്യേകതരം പൈതൃകത്തിലൂടെ പോകുന്നതാണെന്ന്. അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ് ആധാരം. ഹല്ലേലൂയ. എൻ്റെ മകൻ എൻ്റെ കാലശേഷം എൻ്റെതായ കാര്യാദികൾ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ആഗ്രഹം നല്ലതാണ്, പക്ഷെ തീരുമാനം ദൈവത്തിന് വിടണം. ദൈവത്തിൻ്റെതാകണം പദ്ധതി. ആത്മീയത പാരമ്പര്യമല്ല, അത് പൈതൃകമല്ല, അത് ആത്മനിറവിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അവൻ വരാൻ കാത്തിരിക്കണം. അങ്ങനെ കാത്തിരിക്കാൻ മനസ്സില്ലാതെ യോസേഫിന് നിലയങ്കി ഉണ്ടാക്കി അങ്ങനെ കരുതി കാത്തുവച്ചപ്പോൾ സംഭവിച്ചത് ഗുരുതരമായ ജീവിതത്തിൻ്റെ ഭവിഷ്യത്ത്. മറുവശത്ത് യാക്കോബ് ചെയ്യാവുന്ന ദ്രോഹമൊക്കെ ചെയ്തു. എന്തൊക്കെയാ? രൂബേനെ അങ്ങ് ശപിച്ചു. കാരണമൊക്കെ അവൻ്റെ പക്കലുണ്ടേ, ഞാൻ പറയുന്നില്ല. രൂബേനെ ശപിച്ചു. ശിമയനും ലേവിയും ഒരുമിച്ച് ചേർന്ന് ഒരു നാടിനെ മുഴുവൻ വിറപ്പിച്ച് അവരെ വെട്ടി അരിഞ്ഞ് തോൽപ്പിച്ച് ആ യാക്കോബിൻ്റെ പേര് വഷളാക്കി അവരെയും ശപിച്ചു. രൂബേനെ നോക്കി പറഞ്ഞു, രൂബേനെ, നീ എൻ്റെ ആദ്യജാതൻ, എൻ്റെ ബലത്തിൻ്റെ വൈശിഷ്ട്യമാണ് നീ. പക്ഷെ വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാവില്ല. യാക്കോബ് ലേവിയെ ശപിച്ചു. ലേവിയും ശിമയോനും സഹോദരന്മാർ. അവർ സാഹസത്തിൻ്റെ ആയുധം കയ്യിലേന്തിയവർ. എൻ മനമേ അവരുടെ യോഗത്തിൽ ചേരരുതേ, എൻ്റെ ഉള്ളമേ അവരുടെ മന്ത്രണത്തിൽ കൂടരുതേ. 3 പേര് ശപിക്കപ്പെട്ടപ്പോൾ യഹൂദയ്ക്ക് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അപ്പോൾ യഹൂദ ഏതാണ്ടൊക്കെ ഒരു റിലീഫ് അനുഭവിച്ചു വരും കാലത്ത് ഒരു സംഭവം ഉണ്ടായി. യോസേഫിൻ്റെ സ്വപ്നം. ഒടുക്കം യോസേഫിനെ പൊട്ടക്കിണറ്റിലിട്ടു. യോസേഫ് അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഇപ്പോൾ യോസേഫ് ഫറാവോയുടെ കൊട്ടാരത്തിൽ മന്ത്രിയായി. അവിടേക്ക് പോകണം, ആഹാരപദാർത്ഥങ്ങൾ കൈക്കൊള്ളണം. അങ്ങനെ ചെന്നവരുടെ കൂട്ടത്തിൽ യോസേഫ് വളരെ തന്ത്രപൂർവ്വം ശിമയോനെ നിർത്തി. ഈ സംഭവം നിങ്ങൾക്കറിയാം. ഒടുക്കം ബെന്യാമിനെ കൊണ്ടുവന്നാൽ ഇവനെ വിടാമെന്നായി. അതും നിങ്ങൾക്കറിയാം. ഒടുവിൽ യാക്കോബ് സമ്മതിക്കില്ല. യാക്കോബ് വേദനയോട് പറയുക, യോസേഫ് ഇല്ല,
ശിമയോനെ നഷ്ടപ്പെട്ടു. ഇനി ബെന്യാമിനെ കൂടെ കൊടുത്തു വിടാനില്ല. ആ പിതൃസഹജമായ ഹൃദയത്തിൻ്റെ വേദന അങ്ങനെ നിൽക്കവേ യാക്കോബ് വീണ്ടും മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ആഹാരമില്ല, നിങ്ങൾ പോകണം, ഈജിപ്തിലേക്ക് പോകണം, സാധനങ്ങൾ കൊണ്ടുവരണം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കാൻ പലരും തയ്യാറെടുക്കുമ്പോൾ ഒറ്റയാളും മുമ്പോട്ട് വരുന്നില്ല. എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരുവൻ മാത്രം മുമ്പോട്ട് വന്നു. അതാ യഹൂദ. യഹൂദ അപ്പൻ്റെ അരിയിലേക്ക് വെറുതെയല്ല വന്നത്. താൻ ജന്മം കൊടുത്ത 2 മക്കളെ പിടിച്ചങ്ങ് കൊടുത്തിട്ട് പറഞ്ഞപ്പാ, ഈ പണയം അങ്ങോട്ട് എടുക്കുക. അപ്പന് ഞങ്ങളെ വിശ്വാസമില്ല. അപ്പൻ്റെ കുഴപ്പമില്ലപ്പാ, ഞങ്ങൾ ചെയ്തു പോയ ഹീനകൃത്യങ്ങൾക്കകത്ത് അപ്പനെ ഒരുപാട് വിഷമിപ്പിച്ചപ്പോൾ അവിശ്വാസം വന്നിട്ടുണ്ടേ, അറിയാം. പക്ഷെ ഇതങ്ങോട്ട് പിടിക്കുക. അപ്പാ, ഞാൻ വാക്ക് പാലിക്കുന്നില്ലെങ്കിലേ, ഞാൻ നീ പറഞ്ഞ പോലെ ചെയ്യുന്നില്ലെങ്കിലേ എൻ്റെ മക്കൾ നിങ്ങൾക്ക് അടിമകളാ. ദാ പിടിക്ക്. അങ്ങോട്ട് കൊടുത്തിട്ടേ, പ്രാണൻ പകരം അങ്ങോട്ട് കൊടുത്തിട്ടേ, തൻ്റെ ജീവിതത്തിൻ്റെ ത്യാഗം കൊണ്ട് നിവരെ നിൽക്കാൻ സന്നദ്ധത കാട്ടിയപ്പോൾ തമ്പുരാന് മനസ്സിലാക്കി, ഇതുണ്ട് ഇവനെ രാജാവാക്കാൻ കൊള്ളാം കേട്ടോ. ഇവനാ കൊള്ളാവുന്ന. കാരണം രാജാവ് ചെയ്യുന്നതേ നികുതി പിരിച്ച് സുഖിമാനായി ഭക്ഷണം കഴിച്ച് ജീവിക്കുകയല്ല, മനുഷ്യന്റെ പ്രതിസന്ധികൾക്കകത്തെ പ്രാണനം കൊടുത്ത് ഇടപഴകാൻ ഒരു താല്പര്യമുള്ളപ്പോൾ നിന്റെ മേലാണ് ദൈവത്തിന്റെ കൃപ. നീയാണ് ലീഡർ, നീയാണ് കഴിവുള്ളവൻ. സമയം വരെ കാത്തിരുന്നു കൊള്ളണം. ഒരു ദിവസം നിനക്കായി കരുതി വെച്ചിട്ടുണ്ട്. ആ ദിവസം വരെ കാത്തിരിക്കുമ്പോൾ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നിന്റെ ദിവസത്തിന്റെ വഴി തടയാൻ ആർക്കും സാധിക്കില്ല. എന്നിട്ട് യാക്കോബ് പ്രവചിച്ചു, യഹൂദ ഒരു ബാലസിംഹം, പക്ഷെ ഇപ്പോൾ അവൻ സിംഹി പോലെ പതുങ്ങിക്കിടക്കും. അവൻ ചവിട്ടിപ്പിടിച്ചിരിക്കുന്ന ചെങ്കോലിലാണ്. അവകാശമുള്ളവൻ ഒരു ദിവസം വരും. അവൻ വരുവോളം ചെങ്കോൽ അവന്റെ കാൽക്കീഴിൽ നിന്ന്, രാജദണ്ഡ് അവന്റെ പക്കൽ നിന്ന് നീങ്ങിപ്പോകയില്ല. അങ്ങനെ ഒരു ദിവസം അവൻ വരും വരും എന്ന് പ്രവചിച്ചുകൊണ്ട് യാക്കോബ് അന്ത്യവിശ്രമത്തിനായി കടന്നുപോയി. ഫറവോന്റെ അടുത്ത് ചെന്നു, നാട്ടിൽ ചെന്നു. യോസേഫ് പറഞ്ഞ രക്ഷയില്ല. ബെന്യാമിനെ കാണിച്ചു. ഇതാ ഒടുക്കം കാര്യമെല്ലാം പറഞ്ഞപ്പോൾ യോസേഫിനോട് യഹൂദ പറയാ, യജമാനനെ, അങ്ങയുടെ ദാസനായ എൻ്റെ അപ്പൻ വീട്ടിലുണ്ട്. ഈ ബാലനെ തരില്ല. ബാലൻ്റെ ഹൃദയം അപ്പൻ്റെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നു. യജമാനനെ, ഞങ്ങൾ കൊണ്ടുവരാതിരുന്നാലേ അപ്പൻ്റെ പ്രാണൻ നശിക്കും. വാർദ്ധക്യത്തിൽ അപ്പൻ മരിക്കുന്നതേ, നമ്പരപ്പെട്ട് മരിക്കുന്ന കാണാൻ ത്രാണിയില്ല യജമാനനെ. പകരം അടിയനെ ഇവിടെ അടിമയാക്കി എടുക്കാം. അടിയൻ നിന്നുള്ള ഇങ്ങനെ ഇടിവിൽ നിൽക്കാൻ കഴിയുന്നവന് മാത്രമേ ഉയരത്തിലെ രാജാധികാരത്തിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയൂ. ഓടി രക്ഷപ്പെടുന്നവന് പറ്റിയ പണിയല്ലിത്. പ്രാണൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്നവന് മാത്രമേ ഈ മഹത്തരമായ ശുശ്രൂഷയുടെ ആഴങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റൂ. ഞാൻ റെഡി. ഇതാ യഹൂദ ഗോത്രത്തിൻ്റെ ഗുണം. മനസ്സിലായോ? ആ ഗോത്രത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് ജനിക്കുന്നത്. അതുകൊണ്ടേ പുസ്തകം തുറക്കാൻ യോഗ്യനാരുള്ളൂ എന്ന ചോദ്യത്തിനൊരു തെളിവ് കൊടുക്കുക. യഹൂദ ഗോത്രത്തിലെ സിംഹം. ഇത് പതുങ്ങിക്കിടന്ന സിംഹമാണ്. പലർക്കും അറിയില്ല ഈ പതുങ്ങിക്കിടക്കുന്ന സിംഹത്തെ. ശാന്തഗംഭീരനായി സിംഹം പതുങ്ങിക്കിടക്കുമ്പോൾ ഉപദ്രവിക്കാൻ ചെന്നാൽ അതിൻ്റെ ദേഹത്ത് തൊട്ടാൽ അനങ്ങാതെ കിടക്കുന്നു. കാരണം അവകാശമുള്ളവൻ വരും വരെ ഞാൻ കാത്തു സൂക്ഷിക്കേണ്ട ചെങ്കോൽ ദാ എൻ്റെ പക്കല. ഒരുവൻ ഇതുവഴി വരുമ്പോൾ തീർച്ചയായും എൻ്റെ പക്കലേക്ക് ഈ അധികാരം ഓടി വരും. അധികം പേർക്ക് അത് പിടികിട്ടിയില്ല. അതിന് കാരണമുണ്ട്. യേശു എന്ന യഹൂദ ഗോത്രക്കാരൻ പെരുവഴിയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ആളുകൾ പറഞ്ഞ് പരിഹസിക്കും. ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കാറുണ്ട്. അത് ചിലർ വിളിക്കുക ശാസ്ത്രമറിയാത്തവൻ, തച്ചൻ്റെ മകൻ, അറിവ് കെട്ടവൻ, ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ 2 കണ്ണിനും കാഴ്ചയില്ലാത്തൊരു പാവം മനുഷ്യൻ വഴിയോരത്തിരിപ്പുണ്ട്. അവൻ വിളിക്കുക, ദാവീദ് പുത്ര, ദാവീദ് പുത്ര. പ്രവചനം മുഴുവൻ സഫലമായത് അവൻ്റെ ജീവിതത്തിലാണ്. ആയിരക്കണക്കിന് പ്രവചനങ്ങളുടെ ആ ശബ്ദധാരകൾ ഒഴുകി വരുമ്പോൾ ഏറ്റെടുക്കാൻ കണ്ണു തുറന്ന് പലർക്കും കഴിയാതിരുന്നപ്പോൾ കണ്ണുകൾ നഷ്ടപ്പെട്ടവൻ പറയാ, ദാവീദ് പുത്ര, ദാവീദ് പുത്ര.
പ്രമാണം വായിക്കാൻ ത്രാണിയില്ലാത്തവൻ, ഇരുളും വെളിച്ചവും തിരിച്ചറിയാത്തവൻ, നിറമെന്തെന്നറിയാത്തവൻ, വൃക്ഷമെന്തെന്നറിയാത്തവൻ, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യം ഗ്രഹിച്ചവന് മനസ്സിലായി, ഇതാ ഈ മണ്ടരികൾ ഞെരുക്കിക്കൊണ്ട്, ഈ ചുറ്റുപാടുകളെ മുഴുവൻ ആവേശം കൊള്ളിച്ചുകൊണ്ട് ഞാനിരിക്കുന്ന ഇടത്തെ മണ്ടരികൾക്കും രോമാഞ്ചം വരുത്തിക്കൊണ്ട് ദാ ഇതുവഴി ഒരുത്തൻ കടന്നു വരുന്നു. ആ മുഖത്തേക്ക് നോക്കാൻ കഴിയില്ല എനിക്ക്, പക്ഷെ ഒന്ന് ഞാൻ വിളിക്കും, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ദാവീദ് പുത്ര. ഈ വിളി ഒരു വിപ്ലവമായിരുന്നു. എന്താ കാര്യം എന്നറിയണ്ടേ? നാട്ടുകാരൊക്കെ അന്ന് യേശുവിൻ്റെ കൂടെ കൂടുന്നവനെ ഒറ്റപ്പെടുത്തി കല്ലെറിയുന്ന കാലം, ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്തുന്ന കാലം, അപഹസിച്ച് പുറത്താക്കുന്ന കാലം, പള്ളിഭ്രഷ്ടരാക്കുന്ന കാലം, കൂടുന്നവരൊക്കെ പ്രമാണിമാരൊക്കെ ഒന്നടങ്കം യേശുവിനെ തച്ചൻ്റെ മകനെന്ന് വിളിക്കുന്ന കാലം, ആക്ഷേപിക്കുന്ന കാലം. ജനാവലികൾ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ ഒറ്റക്കുരുത്തൻ പറയാ, ദാവീദ് പുത്ര, ദാവീദ് പുത്ര, ദാവീദ് പുത്ര. ആ വേറിട്ട ശബ്ദത്തിന്റെ പേരാണ് ആരാധന. അതിൽ പര ഒന്നുമല്ല ആരാധന. നമുക്ക് വേറിട്ട് വിളിക്കാം, നീ മാത്രം എന്റെ രക്ഷകൻ, നീ മാത്രം എന്റെ വീണ്ടെടുപ്പുകാരൻ, നീ മാത്രം എനിക്കായി ചോര ചൊരിഞ്ഞവൻ, രക്ഷ അങ്ങയുടെ ദാനം, അങ്ങയുടെ ദാനം, അങ്ങയുടെ ദാനം. അടുത്ത കാലത്ത് വിചിത്രവും വേദനാജനകവുമായ ഒരു കാഴ്ച കണ്ടു. വടക്കേണ്ടിയിൽ ഒരു ഗ്രാമത്തിലൂടെ ഞങ്ങൾക്കൊക്കെ ഏറെ പരിചിതനായ ഒരു സുവിശേഷകനെ ഇടിച്ചു പദം വരുത്തി, അടിച്ച് ക്ഷതം വരുത്തി ആ മനുഷ്യനെ കൊണ്ട് അവരുടെ ഒരു ഇഷ്ടദേവന്റെ ശബ്ദം വിളിക്കാൻ നിർബന്ധിക്കുന്നു. അപ്പോൾ ഇത് കണ്ട് വേദനയും സഹതാപമൊക്കെ തോന്നിയെങ്കിലും എനിക്കൊരു മറുപടി തോന്നി. എടാ, ഇദ്ദേഹത്തെ ആത്മാർത്ഥമായി വിളിക്കാൻ ആരെയും കിട്ടാത്തതുകൊണ്ടാണോ തല്ലു കൊടുത്ത് വിളിപ്പിക്കുന്നത്? ഹൃദയത്തിൽ നിന്ന് വിളിക്കണ്ടേ? ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തെ വിളിക്കാൻ കഴിയാതെ നീ തല്ലു കൊടുത്ത് വിളിപ്പിക്കണം. ഇത്ര ദാരിദ്ര്യമായിപ്പോയോ? അവിടെയാണ് ദൈവജനത്തിൻ്റെ സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനാ ഞാൻ പറഞ്ഞേ, നിർബന്ധിച്ച് കല്ലലിയ പറയിപ്പിക്കേണ്ടെന്നേ. ഹൃദയാന്തർഭാഗത്ത് പറയണം, തമ്പുരാനെ മരണം വരെ, മരണം വരെ, മരണം വരെ അങ്ങയെക്കുറിച്ച്, അങ്ങയെക്കുറിച്ച്, മരണശേഷവും നിന്നെക്കുറിച്ച്, അവസാന ശ്വാസത്തിലും നിന്നെക്കുറിച്ച്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി ഒട്ടേറെ പറയാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. ഈ യഹൂദാ ഗോത്രത്തിലെ സിംഹത്തിനടുത്ത് ഒത്തിരി ചരിത്രം ഉണ്ടായില്ല. ഒന്നാ പറഞ്ഞേ, ദാവീദിൻ്റെ വേര് എന്നടുത്തത്. അത് രണ്ടും കണക്റ്റഡാ, ഒരുപോലെ ഇരിക്കുന്ന കാര്യമാണ്. കാരണം ദാവീദ് ഒരു രാജകുലമാണ്. ആ വേരിലാണ് ക്രിസ്തു ജനിക്കുന്നത്. അത് തന്നെ സഹനസന്നദ്ധതയുടെ ഒക്കെ ഒരു ചരിത്രമാണ്. അതിലും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ളൊരു ഒരു കുടുംബമാണ്. യേശുവിൻ്റെ വംശാവലിയിൽ 3-4 സ്ത്രീകളുടെ പേരുണ്ടേ. ആ സ്ത്രീകളൊന്നും സമൂഹത്തിൽ എല്ലാവരും ആദരിക്കപ്പെട്ടവരല്ലേ. ഒരുത്തി രാഹാബ് എന്ന് പറയും. പക്ഷെ അവൾ ഒരു കർത്തവ്യത്തിലൂടെ ഈ വംശാവലിക്കകത്ത് കരിപ്പറ്റി. ഇനി ഒരാളുടെ പേര് രൂത്ത് എന്നാണ്. അവൾ തിരഞ്ഞെടുപ്പ് നിമിത്തം ഈ വംശാവലിക്കകത്ത് കടന്നുകൂടി. ഇനി താമാർ എന്നാണ് ഒരാളുടെ പേര്. ആ താമാർ അവളുടെ ബുദ്ധിവൈഭവം കണ്ട് അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി ഇതൊന്നുമില്ല, അതിനകത്ത് കയറിയ ഒരാളുണ്ട്, അത് മറിയാണ്, വിശുദ്ധ മറിയം. അതിൻ്റെ കാരണം പറയും, കൃപ ലഭിച്ചവളേ നിനക്ക് വന്ദനം. ഹല്ലേലൂയ. കൃപയാൽ അവളകത്ത് വന്ന ഞാനും നിങ്ങളും കൃപയാലാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. കൃപ വേറെ ഒന്നും അല്ലെന്നേ. എങ്കിലും ഈ കൃപ എന്നത് അപകടം പിടിച്ചൊരു പദമെന്ന് പലർക്കും അറിയില്ല. ഇത് കേട്ടാൽ നിങ്ങൾ പറയും, ഇനി മുതൽ കൃപ വേണ്ടാന്ന് പറയും. പാഷമാരൊക്കെ പറയില്ലേ, കൃപ വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ കൃപയുടെ അർത്ഥം പറഞ്ഞാൽ പിന്നെ ആരും ചോദിക്കുകയില്ല. അർത്ഥം അറിയണം. അറിഞ്ഞിട്ട് എനിക്ക് വേണം. നിങ്ങൾ ആരെങ്കിലും അത് പ്രാർത്ഥിക്കുമെങ്കിൽ അതിന് കാരണമുണ്ട്. ഒരു പെൺകുട്ടിയുടെ അരികിൽ ദൂതൻ വരിക. ദൂതൻ 10-20 വയസ്സിൽ താഴെ പ്രായമുള്ളൊരു പെൺകുട്ടിയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ വന്ദനം. സാധാരണ യഹൂദന്മാർ ഈ സ്ത്രീകളോട് പരസ്യ സ്ഥലത്ത് വെച്ചൊന്നും മിണ്ടാറില്ല. അമ്മയാകട്ടെ സഹോദരിയാകട്ടെ ഇവരോട് മിണ്ടാറില്ല. അതാ പരീക്ഷന്മാരുടെ തെറ്റായൊരു ബോധമാണ്. ഇങ്ങനെ കരം കൂപ്പി പറഞ്ഞപ്പോൾ ആ പെൺകൊച്ചും മെഴുകിയായിട്ട് പറഞ്ഞു വന്ദനം. എന്നിട്ട് ചോദിച്ചു, ഇത് എന്നെ ഇങ്ങനെ വന്ദനം ചെയ്യുമ്പോൾ എന്താ ഉദ്ദേശ്യം? കർത്താവ് നിൻ്റെ കൂടെ, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. മറിയ പ്രതിഫലിച്ചു, ഞാനേ ഒരു പുരുഷ സംസർഗമില്ലാത്തൊരു സ്ത്രീയാ, അതെങ്ങനെ പറ്റും? ദൂതൻ പറഞ്ഞു, നീ പഠിച്ചു വച്ച ജീവശാസ്ത്രത്തിൻ്റെ തത്വങ്ങളെല്ലാം നിൻ്റെ ജീവിതത്തിൽ അട്ടിമറിക്കപ്പെട്ട് ഒരു മിറക്കിൾ സംഭവിക്കുമെന്ന്, ഒരത്ഭുതം സംഭവിക്കും. ഹല്ലേലൂയ. അവളെന്ത് പറഞ്ഞു? അങ്ങ് പറഞ്ഞ പോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ പെങ്കൊച്ച് ഇത് ആദ്യം പങ്കിട്ടത് ആരോടായിരിക്കും? വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്താ.
ആദ്യം പറയുക. അനിയത്തിയുണ്ടേ, യോഹന്നാൻ്റെ അമ്മ അനിയത്തി കേട്ടോ. വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞൊരു വിഷയമുണ്ട്. എന്താ? ഞാൻ ദൂതനെ കണ്ടു. അമ്മയ്ക്ക് അതൊക്കെ സന്തോഷമായി. ഇത് കഴിഞ്ഞ് ദൂതനൊരു ആലോചന പറഞ്ഞു. പറ, ലോട്ടറി അടിക്കുന്നതാണോ, വീട് കെട്ടി പൊക്കുമെന്നാണോ, UK പോകുന്നതാണോ, പെട്ടെന്ന് പറ. ചെല്ലിങ്ങനെ കാത്തിരിക്കുക, ഇങ്ങനെ കേൾക്കാൻ. ഫോണും തുറന്ന് വെച്ചിട്ടിരിക്കുക. ആലോചന പറഞ്ഞ് ഇരിക്കുകയാണ്. എന്നിട്ട് അടുത്ത കാലത്ത് ഒരു അമ്മച്ചി പറഞ്ഞൊരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണെന്ന് ചോദിച്ചു. അത് ഞങ്ങളുടെ വീടിന് ചുറ്റും ഒരു പോക്കുവരവുണ്ട്, അതൊന്ന് ശരിയാക്കി തരണമെന്ന്. ഞാൻ പറഞ്ഞു, വല്ല വില്ലേജ് ഓഫീസറേയും കണ്ടാൽ പോരെ, അവിടെ പോയാൽ മതിയോ? ഞാൻ പറഞ്ഞു, ഈ കാര്യത്തിൽ നമ്മളെക്കാൾ പുള്ളി കൃത്യമായിട്ട് ചെയ്യും, ചെറിയൊരു പൈസയൊക്കെ ആവും. ഇടുക്കിയിലേക്കാണെങ്കിൽ കൂടുതലാണ് കേട്ടോ, വേറെ കാര്യം അല്ലേ. ഇടുക്കിയിലൊക്കെ ഇതൊന്നും ചെയ്യണേ, വേറൊരു നോട്ടിന് അത് പൊതിഞ്ഞ് വെച്ച് വേറൊരു നോട്ട് കൊടുക്കണമെങ്കിൽ പറ്റുള്ളൂ ഞാൻ കേട്ടേക്കുന്നത്. പോട്ടെ. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നവരുണ്ട്. വളരെ വിചിത്രമായൊരു പ്രാർത്ഥന ഞാൻ അടുത്ത ദിവസം കിട്ടും. രസകരമായൊരു വിടുതലിൻ്റെ ചരിത്രം. ഒരാളെ ദൈവം നടത്തിയ വിധം പറയാണ്. അത് ഇടുക്കിയിലാണ് കേട്ടോ, ഇടുക്കി നടന്ന സംഭവം. ഇവിടെ എങ്ങാണ്ട് ഒരു സബ് കളക്ടർ 100 ഏക്കർ സ്ഥലം എങ്ങനെയോ സംഘടിപ്പിച്ചു. 100 ഏക്കറാ. എന്നിട്ട് സ്വന്തം പേരിൽ എഴുതാൻ കഴിയാതെ ആരുടെയൊക്കെയോ പേരിൽ എഴുതി. ബിനാമി എന്നതിന് പറയുന്നത്. പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി. ബിനാമി തിരിച്ചെഴുതുന്നില്ല, റിട്ടയർ ആയി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ബിനാമി എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വത്ത് ഒത്തിരി എൻ്റെ പേരിൽ വെക്കാൻ കഴിയാത്തതുകൊണ്ട് വേറെ ആരുടെയൊക്കെ പേരിൽ ഇടുക. കാരണം നേരായ വഴിക്ക് ആർക്കാണ് 100 ഏക്കർ സ്ഥലം കിട്ടുമോ? അപ്പോൾ ഇതൊരാൾ പ്രാർത്ഥിച്ചപ്പോൾ ബിനാമി തിരിച്ചെഴുതി കൊടുത്തെന്ന് സാക്ഷി പറയുക. കണ്ടായിരുന്നോ? യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. സർക്കാർ കണ്ട നിൻ്റെ ബിനാമി അല്ലാതെ സുനാമി ആകും. എന്താ കാര്യം എന്നറിയണ്ടേ? ഇവിടെ 1 സെൻറ്റ് ഭൂമി ഇല്ലാതെ മനുഷ്യൻ കഷ്ടപ്പെടുമ്പോൾ 100 ഏക്കർ ഭൂമി നിനക്ക് പതിച്ചു തന്നെന്ന് പറഞ്ഞാൽ ദൈവം എന്തൊരു സാധന. നീ സേവിക്കുന്ന ആരെയാ? ഇത് പങ്കിടലിൻ്റെ അല്ലേ സുവിശേഷം? നിനക്കൊരു സന്തോഷമല്ല. അങ്ങനെ ബിനാമി സ്വത്തും കള്ളപ്പണവും വെളുപ്പിക്കുന്ന പണം വെളുപ്പിക്കുന്ന ഏർപ്പാടല്ല ദൈവത്തിന്. ഇത് വേറെയാ, കളി വേറെയാ. വെറുതെ കളിക്കാതെ ദൈവത്തിൻ്റെ അടുത്ത് ഇത് വിട്ടുകൊടുത്ത് വിടുതൽ പ്രാപിക്കേണ്ട വഴിയാണ്. അയാൾക്ക് മാനസാന്തരം ഉണ്ടല്ലേ, ഇത് വിട്ടുകൊടുക്കുക ചെയ്യേണ്ട സർക്കാരിന് തിരിച്ച്. 100 ഏക്കർ ഇത് എന്തിനാ? 100 ഏക്കർ നിനക്ക് 6 അടി മണ്ണ് പോരെ, എന്തിനാണ് ഈ 100 ഏക്കർ? ആയ കാലത്ത് ശരിക്ക് അനധികൃതമായി സമ്പാദിച്ചിട്ട് അത് കൈ കിട്ടാൻ വേണ്ടി ഉപവാസം എടുക്കുക. ഇതിനും ദൂത് പറയുന്ന കുറേ മഹാരഥന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. സൂക്ഷിക്കണം. കർത്താവ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ. സ്തോത്രം. ഈ ദൂത് പറഞ്ഞവനൊക്കെ ഇനി അനുഭവിക്കാൻ പോകുന്നുള്ളൂ. കാരണം എന്താ? ഇതൊക്കെ പിടിക്കും. ഇങ്ങനെയാണ് ആളുകൾ ദൈവജനത്തെ അപഹസിക്കുന്നത്, ലോകം അപഹസിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ നിന്നുള്ള നമ്മുടെ കൂടെ നിൽക്കുന്ന ആളല്ല, അനീതിയുടെ കൂടെ നമുക്ക് ഒപ്പം നിൽക്കുന്ന ആളല്ല. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ആ ദൈവത്തിന് നിലപാടുകളുണ്ട്. ആ ദൈവത്തിന് തന്നെ ജനം എങ്ങനെ ആയിരിക്കണം എന്നതിനെ ചൊല്ലി കാഴ്ചപ്പാടുകളുണ്ട്. ആമേൻ, സ്തോത്രം. എന്തിനാണ് ഇത്രയൊക്കെ പറഞ്ഞെന്നറിയണ്ടേ? ഇവിടെ ഇതാ മറിയോട് ദൂതറിയിച്ചു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പൊ കൃപ ലഭിച്ചു. അമ്മയുടെ അരിയിൽ പറഞ്ഞു, അമ്മ അതേ ദൂതൻ പറഞ്ഞത് എനിക്ക് കൃപ കിട്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് പ്രസവിക്കും. അമ്മ നടുങ്ങിപ്പോയി. അമ്മ പറഞ്ഞു, നീ ഇന്ന് പറഞ്ഞതിരിക്കട്ടെ, ഒരു മനുഷ്യനോട് പറയരുത്, മിണ്ടാതിരി. അവള് മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരമ്മയല്ലേ, തൻ്റെ കുട്ടിക്ക് വരുന്ന മാറ്റങ്ങൾ അമ്മയ്ക്ക് അറിയാം. അവളുടെ ശരീരഘടനയ്ക്ക് മാറ്റം വരും. അവളുടെ ഉദരമൊക്കെ വീർത്തു വരുന്നു. ഒരു മാതാവായി തീരാനുള്ള പ്രവണത കാട്ടി വരുന്നപ്പോൾ അമ്മയ്ക്ക് വീണ്ടും സങ്കടം. സത്യം പറ, നിനക്കെന്ത് പറ്റി? അവൾ പറഞ്ഞു, ഞാൻ ഒരു കുട്ടിയെ എൻ്റെ ഉള്ളത്തിൽ കൊണ്ടുനടക്കുക. നീ എന്തായി പറയുന്നേ? ഗത്യന്തരമില്ല. അവസാനം അപ്പൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പനാകപ്പാടെ പരിഭ്രാന്തനായി. എന്ത് ചെയ്യും? അവളെവിടെ വിളി, ആങ്ങളെ ഉണ്ട് അറിയണ്ട, വിളിച്ചിട്ടേ മോളെ കണ്ടപ്പോൾ അപ്പന് അങ്ങനൊന്നും തുറന്ന് ചോദിക്കാൻ വയ്യ. കുഞ്ഞിഞ്ഞ് വന്നേ, പപ്പാടെ അടുത്ത് പറ, എന്താ പറ്റിയേ, പരിഹാരം ഉണ്ടാക്കാൻ പറ. അവൾ പറഞ്ഞേ, ഞാൻ ആയിരിക്കുന്നത് കൃപയാലാണ്, പരിശുദ്ധാത്മാവിനാൽ. അപ്പനെപ്പോഴും പറഞ്ഞു, നീ എന്താ പറയുക? സത്യത്തിൽ ദൈവത്തിന് ഈ മറിയയുടെ അമ്മയ്ക്കും അപ്പനും ഓരോ ആലോചന കൊടുത്താൽ മതിയായിരുന്നു. ഇത്രയും കിടന്ന് പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു അല്ലേ? പക്ഷെ അതാ കൃപയുടെ വില അറിയണോ? ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുന്നവനൊക്കെ ചില ഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോകും. വീട്ടിൽ ഒറ്റപ്പെട്ടു പോകും, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും.
അനുജത്തി ഒറ്റപ്പെടുത്തി, എല്ലാവരും ഒറ്റപ്പെടുത്തി. ആ വീട്ടിൽ അന്യയെപ്പോലെ ഇങ്ങനെ കഴിയുമ്പോൾ വീട്ടുകാർ പറഞ്ഞു കൊടുക്കുക, കുഞ്ഞെ നിന്നെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുക അറിയോ, നിന്നെ കാത്തൊരു ചെറുപ്പക്കാരനിരിക്കുക അറിയോ. പണ്ട് ഇവളോട് കൂടി നടന്ന നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, അവൾ ചീത്തയാ, കുഞ്ഞുങ്ങളൊന്നും കൂടല്ലേ. അപ്പൊ കൂട്ടുകാർ പിണങ്ങി, വീടും സമൂഹവും ഒറ്റ എതിരായി, എല്ലാവരും എതിരായി. അവസാനം യോസേഫ് ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതിയിട്ടു. ഇങ്ങനെ എഴുതിയിരിക്കുന്നേ. അവൾക്ക് ലോകാപവാദം വരുത്തണ്ട, അതായത് ഒരു മാന്യന അല്ലേ, അവൾ എന്തെങ്കിലും ആയിക്കോട്ടെ പോട്ടെ. നമ്മളാണ് അതെല്ലാം ഫേസ്ബുക്കിൽ എടുത്തിടും, എനിക്ക് പറ്റിയ ചതിവ്. മനസ്സിലായില്ലേ? ആ യോസേഫ് വെറുതെ പോട്ടെ, പറ്റിയത് പറ്റി പോട്ടെ. ആ എന്നാലേ യോസേഫ് ഗൂഢമായി ഉപേക്ഷിക്കാൻ പദ്ധതി ഇട്ടു. മറിയയ്ക്കൊരു വിഷയമില്ല. എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും മറിയ ഒറ്റയ്ക്ക് ആസ്വദിക്കുന്ന ഒരാത്മസുഖമുണ്ട്. ഏകരായി വീട് വിട്ടിറങ്ങി യേശുവിനെ അനുഗമിച്ചതിൻ്റെ പേരിൽ കല്ലേറ് കിട്ടിയവർ, ഭക്ഷണം കിട്ടാതെ പോയവർ, വീതം വിറ്റപ്പോൾ കിട്ടാതെ പോയവർ, അപ്പനും അമ്മയും ഉപേക്ഷിച്ചവര്, അവരും അനുഭവിക്കുന്ന ഒരാത്മസുഖമുണ്ട്. പകരം കൊടുക്കാനാവാത്തൊരാത്മസുഖം. അതിൻ്റെ നിർവൃതിയുടെ പേരാ ആത്മീകത. ആ ആത്മശക്തിയിലാ ഞാനും നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഒറ്റപ്പെടുമ്പോൾ പേടിക്കരുത്, നമ്മൾ ഒറ്റക്കല്ല. മഹാദൈവത്തിൻ്റെ കൃപയാണിത്. കൃപയാലാണ് നമ്മൾ ആയിരിക്കുന്നത്. അതുകൊണ്ടേ കൃപ വിലപിടിപ്പുള്ളൊരു പദമാണ്. ആ വില അറിയണോ? അവിടെ പറയാം. പണ്ട് ദൂതൻ വന്നപ്പോൾ മറിയ പറയുകയാണ്, അത് ചേട്ടാ എനിക്ക് ഇതിലൊന്നും താല്പര്യമില്ല, ഇങ്ങനെ കൃപയാൽ എനിക്കൊരു കുഞ്ഞുണ്ടാകുന്നതിലൊന്നും താല്പര്യമില്ല, ഞാൻ വല്ല കല്യാണമൊക്കെ കഴിച്ച് മര്യാദയ്ക്ക് ജീവിച്ചോളാം, എന്നെ ഇത്രയും വലിയ കാര്യം ഏൽപ്പിക്കരുത്. ദൂതൻ കാല് പിടിക്കുമോ? നമ്മളെ തോന്നില്ല കാല് പിടിക്കുന്നില്ലെന്ന്. ദൂതൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിനക്ക് വേണ്ട വേണ്ട, കാരണം ഞാനൊരു ദൂതനാ, പോവാ, പണി തീർന്നു. പോസ്റ്റ്മാൻ നമ്മളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയല്ല, വേണ്ടെങ്കിൽ അയാൾ തിരിച്ചയക്കും. അത്രേ ഉള്ളൂ പോസ്റ്റ്മാൻ. മനസ്സിലായില്ലേ? അത് വേണ്ട വേണ്ട. എന്നാൽ ഇതേ മനുഷ്യൻ, ഇതേ ദൂതൻ യോസേഫിൻ്റെ അടുത്ത് വന്നു. സ്വപ്നത്തിൽ യോസേഫിനെ തട്ടുകൊണ്ട് എണീറ്റു. നീ ഒരു തീരുമാനമൊക്കെ എടുത്തെന്ന് കേട്ടല്ലോ, എന്തെന്നാ? മറിയ ഉപേക്ഷിക്കുമെന്ന്. അതേ പ്രശ്നമാണ്. ലോകാപവാദം അവൾക്കും വേണ്ട, എനിക്കും വേണ്ട, അതങ്ങനെ നൈസായിട്ട് പോട്ടെ. ദൂതൻ പറഞ്ഞു, നോ, നിനക്കങ്ങനെ പോകാൻ പറ്റില്ല, നിന്നെ വിടത്തില്ല. നിന്നെ പിടിച്ചിവിടെ നിർത്തിയെങ്കിലേ മറിയയ്ക്ക് ഞാൻ കൊടുത്ത വാഗ്ദത്തം ശരിയാവൂ. രണ്ട് കാരണമാ. ഒന്ന്, കൃപയുടെ വില അവൾ തിരിച്ചറിയും നീ ചെല്ലുമ്പോൾ. രണ്ടാമത്തെ കാര്യം, നീ നിന്ന് തരുന്നില്ല എങ്കിലേ യേശു ദാവീദ് പുത്രനാവില്ല. യേശു ദാവീദ് പുത്രനാകണമെങ്കിൽ വംശാവലിപ്പട്ടികയുടെ കണക്കിൽ നീ വേണം. ഇതാ ഇവിടെ നീ വരെ നിൽക്കാൻ വളർച്ചച്ഛനായി, യഹൂദ ഗോത്രക്കാരനായി അപമതിപ്പുണ്ടാക്കുമെന്ന് ലോകം പറഞ്ഞ ഈ വിഷയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഇതാ ഞാനിവിടെ ഉണ്ട്, അവൾക്ക് വലങ്കരം കൊടുക്കാൻ, അവളെ രക്ഷിക്കാൻ. പണ്ടേ യോസേഫിന്റെ അരികിൽ കുരുങ്ങിപ്പോയ ശിമയോനെയും ബെന്യാമീനെയും രക്ഷിക്കാൻ നിന്റെ പൂർവികരെടുത്ത ഒരു റിസ്ക് ഇല്ലേ, ഒരു ഉത്തരവാദിത്വമില്ലേ? ചങ്കുറപ്പോടെ അതങ്ങോട്ട് കാട്ടിക്കൊടുക്ക്. നീ ഇന്ന് എനിക്ക് വേണ്ടി ഇങ്ങനെ റിസ്ക് എടുത്താൽ കാലമെത്ര കഴിഞ്ഞാലും ലോകം നിന്റെ കമ്മ്യൂണിറ്റിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കും, നിന്റെ സമൂഹത്തെ ആദരിച്ചു കൊണ്ടിരിക്കും. നിന്റെ ആ സമൂഹം ആദരിക്കപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിനായി നിലനിൽക്കാൻ, ഒറ്റയ്ക്ക് ത്യാഗം സഹിക്കാൻ ജീവിതം സമർപ്പിച്ച ഒരാളെങ്കിലും ഇന്നുണ്ടെങ്കിൽ അതൊരു തോൽവിയല്ല, ഒരു മഹാവിജയം നിന്നെ കാത്തിരിക്കുന്നു. കണ്ണടയ്ക്കും മുമ്പ് ആ വിജയം കണ്ടല്ലാതെ ഇഹലോകം വിട്ടുപോകാൻ ഇടവരാത്ത വിധത്തിൽ ആ വാഗ്ദത്തം എന്നെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഇഹലോകം വിട്ടുപോകും മുമ്പ് യോസേഫ്, നിനക്ക് മനസ്സിലാകും നീ എടുത്ത റിസ്ക്, അതിന്റെ ശ്രേഷ്ഠത, ആ ഉത്തരവാദിത്തത്തിന്റെ കനം അത് മനസ്സിലാകും. ആ യോസേഫ് അന്ന് തീരുമാനിച്ചു, ഇനി മേളില്ല. ഇങ്ങനെ വില കൊടുത്തിറങ്ങിയ ഒരു ഗോത്രമാ ദാവീദ് ഗോത്രം. വെറുതെ കിട്ടിയല്ലെന്നേ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കൂ, അഭിഷേകം അത് സൗജന്യ, രക്ഷ അത് സൗജന്യ, രക്ഷിക്കപ്പെട്ടവൻ ആത്മനിറവ് അത് സൗജന്യമാണ്. പക്ഷെ ഇത് കിട്ടിക്കഴിഞ്ഞാലുള്ള ജീവിതം കട്ടിയാന്നേ, അത് ചെലവേറിയതാന്നേ. ആ രക്ഷാനുഭവം പ്രാപിച്ച് വിശ്വാസത്തിലേക്ക് വരുന്ന രക്ഷ സൗജന്യം. ആത്മീക ജീവിതം ചിലവേറിയതാണ്. ആത്മാവിനെ പ്രാപിക്കുക സൗജന്യം, ആത്മനിറവ് നിലനിർത്തുക എന്നത് എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പണമല്ല, പണം കൊടുത്തു വാങ്ങാൻ കഴിയാത്ത വിധം ജീവിതത്തിന്റെ ത്യാഗം കൊണ്ട് വില കൊടുത്തു വാങ്ങേണ്ട ഒരനുഭവമാണ് ആത്മനിറവ്. അത് നഷ്ടപ്പെട്ടു പോകുന്നിടത്ത് ദൈവകൃപയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇന്ന് പിരിയുമ്പോൾ എൻ്റെ മീതെ പകരപ്പെട്ട ആ ദൈവകൃപയുടെ ശക്തി, അതിനെ ആസ്വദിച്ചേ ദൈവമക്കൾ പോകാവൂ.